എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും പൂരി, ഉപ്പുമാവ്, പുട്ട് എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ഗ്രേവി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കടയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. എളുപ്പം വഴന്ന് കിട്ടാനായിട്ട് ഇതാ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഒന്ന് അല്പം കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. 1 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതും നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സവാളയുടെ അതേ വലുപ്പത്തിൽ 3 നല്ലവണ്ണം പഴുത്ത തക്കാളിയാണ് എടുക്കുന്നത്. അതോടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് തീ ഒരല്പം കൂട്ടി, അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. തക്കാളിയിൽ വെള്ളമൊക്കെ ഉള്ളത് കാരണം പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതും പെട്ടെന്ന് വഴന്ന് കിട്ടും. തക്കാളിയുടെയും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലവണ്ണം ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ആ തൊലിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാതിയായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ഭാഗം എടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റുകയാണേ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ചൂടോടുകൂടി ഇട്ട് അരയ്ക്കരുത്. ഒരല്പം ഒന്ന് ആറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ചൂടോടെ അരയ്ക്കുവാണെങ്കിൽ മേളിലോട്ടൊരു പ്രഷർ വരും. അതുകൊണ്ട് ആറിയതിന് ശേഷം അരച്ച് മാറ്റി വയ്ക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു അരത്തവി ഒഴിച്ച് അരച്ച് മാറ്റി വയ്ക്കുക. ബാക്കി വഴറ്റിയതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ ഒരളവിന് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അതേ അളവിന് തന്നെ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി എരിവുള്ളതും പകുതി എരിവില്ലാത്തതുമായിട്ട് ചേർക്കുക. ഇത് 1/2 സ്പൂണോളം ഗരം മസാല പൗഡറാണ് ചേർത്തത്. വേണമെങ്കിൽ ചിക്കൻ മസാല ആയാലും ചേർക്കാവുന്നതാണ്. പക്ഷേ ഗരം മസാലയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. ഇത് കുഴഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് ഇളക്കാനും പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടാകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ഒരല്പം വെള്ളം ചേർക്കുക. ഈ മസാല ഒന്ന് കുഴഞ്ഞു കിട്ടാൻ മാത്രം വെള്ളം ചേർത്താൽ മതി. ഒരേ ഒരു പച്ചമുളക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. വീണ്ടും പച്ചമുളക് വേറെ പിന്നീട് ചേർക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ഇത് വെള്ളമൊക്കെ വറ്റി വഴന്ന് കിട്ടുകയും ചെയ്യും. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഡാർക്കാവും. പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ ഇങ്ങനെ മടങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുമുണ്ട്. ഇങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. ഇനി മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് മല്ലിയില ചേർക്കുമ്പോൾ. അരച്ച് വെച്ചിരിക്കുന്ന സവാള തക്കാളി പേസ്റ്റ് കൂടെ ചേർക്കുക. ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തത്. ഇനി ഉപ്പ് ചേർക്കണം. സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് കുറേശ്ശെ ഉപ്പ് ചേർത്തുകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മല്ലിയിലയാണ് ഇതിന് നല്ല കോമ്പിനേഷൻ. അഥവാ നിങ്ങൾക്ക് ഒട്ടും മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ മാത്രം കറിവേപ്പില ചേർക്കുക. ഇത് ചൂട് കട്ടിയുള്ള പരന്ന പാത്രത്തിൽ തന്നെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് നോക്കണേ. ഇതിന് ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കുക. നല്ലവണ്ണം തിളപ്പിക്കാൻ വേണ്ടി വിടണം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആദ്യമേ തന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതുപോലെ തിളയ്ക്കാനായിട്ട് വിടുക. ഇളക്കാതിരിക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് എണ്ണയൊക്കെ മുകളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളപ്പിച്ച് വറ്റിക്കരുത്. നല്ലവണ്ണം ഒന്ന് തിള വന്നാൽ മാത്രം മതി. ഇനി കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. 1/2 സ്പൂണോളം ചേർക്കണം. നല്ല ടേസ്റ്റും മണവും കൊടുക്കും. ഇത് മിസ്സാക്കരുത്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവായുടെ ഇല തണലത്ത് ഉണക്കി പൊടിച്ചതാണ്. കൈവച്ച് ഒന്നുകൂടെ ഒന്ന് ഞെരടി പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും കസൂരി മേത്തി. അറിയാത്തവർക്ക് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാണ്. ഇതുപോലെ നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ വേണം മുട്ട ചേർക്കാനായിട്ട്. 4 അല്ലെങ്കിൽ 5 എണ്ണ ഈ ഒരളവിന് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുട്ടയുടെ ഉണ്ണി പൊട്ടി വരാത്ത രീതിയിൽ ഇതുപോലെ എടുക്കാനായിട്ട് നോക്കണം.
പെട്ടെന്ന് തന്നെ ഒഴിക്കുകയും വേണേ, കാരണം ഇത് ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഒഴിച്ചിട്ട് കുറേ ലേറ്റായിട്ട് അടുത്ത് ഒഴിക്കാൻ പോകുമ്പോഴത്തേന് വേകുന്നത് വ്യത്യാസമായിട്ട് വരും. പെട്ടെന്ന് ഇത് ഒഴിച്ചെടുക്കുക. ഇനിയുള്ള കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യണേ. കുറച്ച് ഉപ്പുപൊടി മുട്ടയ്ക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്, മുട്ടയുടെ മുകളിൽ മാത്രമായിട്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് കുരുമുളക് പൊടിയൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയാണ്, അതുകൂടെ ഒന്ന് മുട്ടയ്ക്ക് മാത്രമായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ മുട്ട തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് മല്ലിയിലൂടെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണേ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നെടുകെ ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ഇനി അങ്ങ് തീരെ കുറച്ചിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കുക. ഒരു 3 മിനിറ്റ് നേരത്തേനെങ്കിലും തുറക്കുകയോ ചെയ്യരുത്. ഇടയ്ക്ക് ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് കാണിക്കാമേ. ആ മുട്ടയുടെ വെള്ളയാണ് ഒരു കവറ് പോലെ ഇങ്ങനെ ആ മുട്ടയുടെ ഉണ്ണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടുവേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ശരിയായിട്ട് വരത്തില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഏകദേശം ഒരു 4-5 മിനിറ്റിനുള്ളിൽ ആ ഉണ്ണിയൊക്കെ നല്ലോണം വെന്തൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഗ്രേവി ഒരല്പം ഒന്ന് വറ്റിയിട്ടുണ്ട്, ഇത്രയും മതിയേ. ഒരുപാട് വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ടെങ്കിൽ വറ്റാൻ വേണ്ടി നമ്മൾ കുറച്ചേറെ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ മുട്ട ഓവർ കുക്കായിട്ട് ഹാർഡാവും, ആ ഉണ്ണിയൊക്കെ ഒന്ന് ഹാർഡാവും. അങ്ങനെ എടുക്കരുത്. അഥവാ ഉണ്ണി വെന്തോ ഇല്ലയോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു കത്തിയുടെ അറ്റം വെച്ചിട്ട് ആ വെള്ള ഭാഗം ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഉണ്ണി ഒന്ന് ഹാർഡായി സെറ്റായിട്ടുണ്ടെങ്കിൽ അത്രയും മാത്രം മതി. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഞാനീ പറഞ്ഞു വന്നത് ഒരുപാട് ഗ്രേവി വറ്റിക്കാൻ നോക്കും തോറും നമ്മുടെ മുട്ട ഹാർഡായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം മുട്ട ഒഴിച്ച് മൂടി വയ്ക്കാനായിട്ട്. കസൂരി മേത്തി മല്ലിയിലയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു മണവും രുചിയും കൊടുക്കും. സ്കിപ്പ് ചെയ്യല്ലേ. അതുപോലെ ഗരം മസാലപ്പൊടിയൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും, എന്തിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്തിടാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.